ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു സാരി വിത്ത് ബ്ലൗസിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഇതായിരുന്നു അതിൻ്റെ സാരി വരുന്നത്. കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. അതിൻ്റെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ സാരീൻ്റെ ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്കിലുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ബീഡ്സും കുന്തൻ സ്റ്റോണും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സും ചെയിൻ ബീഡ്സും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു ബ്ലൗസിൻ്റെ പീസ് നിവർത്തി വെച്ചപ്പോഴത്തേക്ക് കുറച്ച് ചുളിവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആരി വർക്ക് ചെയ്യുമ്പം നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് അയൺ ചെയ്ത് നീറ്റാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അത് മാർക്ക് ചെയ്യാനും വർക്ക് ചെയ്യാനും വളരെ എളുപ്പമാക്കും. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ആരി ഫ്രെയിമിലേക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ മാർക്ക് ചെയ്ത് വെച്ചതെല്ലാം നമ്മൾ എടുത്തു വെച്ചത്. അധികം ടൈറ്റില്ലാതെ തുണി ഡാമേജ് ആവാത്ത രീതിയിലാണ് ടൈറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റോടെ തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആരി നീഡിൽ യൂസ് ചെയ്യുമ്പം മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് ചെയ്യാൻ നോക്കുക. അത് അതിൻ്റെ ഫിനിഷിങ്ങിനെ കുറച്ച് നല്ല രീതിയിൽ അത് ബാധിക്കും. കാരണം ചെരിച്ചിട്ടൊക്കെ ചെയ്യുമ്പം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ആദ്യം തന്നെ ഒരു ചെയിൻ സ്റ്റിച്ചിലാണ് നമ്മുടെ ആ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ട് ബീഡ്സ് ആയിരുന്നു. എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തൊരു വർക്കായിരുന്നു. കാരണം ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബ്ലൗസ് ആയിരുന്നു. പെട്ടെന്ന് അർജൻറ്റായിട്ട് വന്നൊരു വർക്കും കൂടിയാണ്. ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നതാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം. നമ്മൾ അതുകൊണ്ട് കുറച്ചായിട്ടാണ് നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മളൊരു ഒറ്റ ലെയറിൽ നമ്മൾ കുറച്ച് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെയിൻ ബീഡിൻ്റെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് B700 എന്ന് പറയുന്ന ഒരു ഗ്ലൂവും കൂടിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അത് നിൽക്കുന്നുണ്ട്. ഞാനത് യൂസ് ചെയ്ത് തീരാനായിട്ടുണ്ട്. കാരണം അത്രയും നല്ല രീതിയിൽ അത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ കുന്തൻ സ്റ്റോൺസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നതിലായിരുന്നു നമ്മൾ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരുന്നത്. പക്ഷേ സമയത്തിൻ്റെ കുറവ് മൂലം നമ്മൾ ആ ഒരു സെയിം സാരിയിലുള്ള കളേഴ്സിൽ തന്നെ നമുക്കൊരു ത്രെഡ് കയ്യിലുണ്ടായത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫുൾ ഫില്ല് ചെയ്തെടുത്തത് ത്രെഡ് വർക്ക് വെച്ചിട്ടായിരുന്നു. ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്ത ത്രെഡ് വർക്കിൻ്റെ പേര് ഫ്രഞ്ച് നോട്ട് എന്നാണ്. അതായത് നമ്മൾ ജസ്റ്റ് അടിയിൽ നിന്ന് മുകളിലോട്ട് നോട്ടെല്ലാം ഇട്ട് വെച്ച ശേഷം നമ്മൾ നൂല് മുകളിൽ നിന്ന് നമ്മുടെ സൂചിയിൽ 2 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്ത ശേഷം പെർഫെക്റ്റായിട്ട് അധികം ടൈറ്റില്ലാതെ എന്നാൽ അത്യാവശ്യം ടൈറ്റോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു നോട്ടിനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അത് ഏറ്റവും എളുപ്പമുള്ള, എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ളതും കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നതും നമ്മുടെ ഫ്രഞ്ച് നോട്ട് ഡിസൈനിലേക്ക് വരുമ്പോഴാണ്. അതിപ്പോൾ നമുക്ക് നെക്കിലായാലും സ്ലീവിലായാലും അതല്ലെങ്കിൽ നമ്മളൊരു കുർത്തിയൊക്കെ ചെയ്യുമ്പം കുർത്തീൻ്റെ താഴ്വശത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുമ്പം ഒക്കെ ഫ്രഞ്ച് നോട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് ആരി വർക്കും കാര്യങ്ങളെല്ലാം പഠിക്കണം, അല്ലെങ്കിൽ ത്രെഡ് വർക്കും കാര്യങ്ങളെല്ലാം പഠിക്കണം എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു നോട്ടുകളുണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടും കൂടിയാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. അപ്പം ഇതേ കണക്ക് തന്നെയാണ് ബുള്ളിങ് നോട്ടും കാര്യങ്ങളെല്ലാം വരുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആരി വർക്കിൻ്റെ ക്ലാസ്, അതല്ലെങ്കിൽ നമ്മുടെ ത്രെഡ് വർക്കിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ക്ലാസ് കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ടാണ് ആ ഒരു ഹോൾ നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. വളരെ ചെറിയൊരു ടൈം കൊണ്ടാണ് ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സെയിം പോലെയാണ് നമ്മൾ ചെയ്തത്. ഒരു ലെയർ നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് കൊടുത്തു, അതിൻ്റെ മുകളിലൊരു കട്ട് ബീഡ്സ് കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ചെയിൻ
സ്റ്റോണാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ലെയർ കൂടി നമ്മൾ കട്ട് ബീഡ്സ് കൊടുത്തിട്ടാണ് കുന്തൻ സ്റ്റോൺസിൻ്റെ വർക്കും ചെയ്തത്. അതിലാണ് നമ്മൾ ഈ ഒരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് ഇതുപോലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും അതിൻ്റെ അയണിങ് ആയാലും ഫിനിഷ് ചെയ്ത ശേഷവും നമ്മൾ അയൺ ചെയ്യാൻ മറക്കരുത്. കാരണം നീറ്റ് ഫിനിഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് കണ്ട ശേഷം ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.